മലയാളികളുടെ കണ്ണും കരളുമാണ്, ഏറെ പ്രിയപ്പെട്ട ആലപ്പുഴക്കാരുടെ കണ്ണും കരളുമാണ്. കൊല്ലം ജില്ലയുടെ അതിർത്തി കടന്ന് ആലപ്പുഴയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഓച്ചിറയുടെ മണ്ണിലേക്ക് VS-ന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇതാ കടന്നു വരുന്നതാണ് ദൃശ്യങ്ങളിൽ. കണ്ണൻ വല്ലാത്ത വൈകാരികമായൊരു അന്തരീക്ഷമാണ്. കണ്ണൻ പറഞ്ഞതുപോലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്രയെത്ര നിരാലംബർക്ക് ആഹാരവും കിടക്കാനൊരിടവും ലഭിക്കുന്ന സ്ഥലം, നിരാലംബരുടെ ഒരിടം. അവിടേക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ ചേർത്ത് വയ്ക്കപ്പെടാൻ കഴിയുന്നു VS-ന്റെ ജീവിതവും സമരവും പോരാട്ടവും ഒക്കെ. തീർച്ചയായിട്ടും മോത്തി പറഞ്ഞ കാര്യം കൃത്യമാണ്. കാര്യം ഈ ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പല തരത്തിലുള്ള ആൾക്കാർ, ഒരു ആശ്രയവുമില്ലാത്ത പലതരത്തിലുള്ള ആൾക്കാർ അവിടെ വന്ന് അവരുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവിടെ അന്നദാനമുണ്ട്, അവിടെ കിടക്കാനുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയായി വരുന്ന VS അച്യുതാനന്ദൻ. പാവപ്പെട്ട ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്കെന്നും ആശ്രയമായിരുന്നു VS. കണ്ണേ കരളെ VS എന്നിവർ ഉച്ചത്തിൽ, തൊണ്ടമുട്ടുമാർ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. സമരനായക ഓച്ചിറയുടെ മണ്ണിലേക്ക് സ്വാഗതം, സമരനായക ഓച്ചിറയുടെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായ VS അച്യുതാനന്ദനെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതാ കണ്ണും കരളുമായ ആ സഖാവ് ഓച്ചിറയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. കണ്ണീരോടെ അല്ല ഇവരുള്ള ആൾക്കാർ, ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ട്. പക്ഷേ കണ്ണീരോടെ അവർക്ക് ഒരു കാരണവശാലും VS-നെ യാത്ര അയക്കാൻ സാധിക്കില്ല. കരയരുത് എന്നിവരെ പറഞ്ഞു പഠിപ്പിച്ച വേദനയുടെ വേർപാടിന്റെ ഒരു വലിയ കടലിരമ്പം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ആവേശത്തിന്റെ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിക്കാനാണ് ജനങ്ങൾ താല്പര്യപ്പെടുന്നത്. VS എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. തോൽവിയിൽ പോലും വളരെ നിസ്സംഗഭാവത്തോടെ അതിനെ നേരിടാൻ കഴിഞ്ഞ VS-ന് ഇതിലേറെ വലിയൊരു മടക്കി നൽകൽ ഉണ്ടാവില്ല. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഒരുപക്ഷെ മുദ്രാവാക്യം വിളികളിൽ മഴയിലത് കണ്ണുനീരായി ഒഴുകുമ്പോഴും കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു പിതൃസ്ഥാനത്ത്, സഹോദര സ്ഥാനത്ത്, ഒരു അധ്യാപകന്റെ സ്ഥാനത്ത്, ഒരു വഴികാട്ടിയുടെ സ്ഥാനത്ത് നിന്നിരുന്ന മനുഷ്യനാണ് VS. ഇനി മടക്കമില്ലെങ്കിലും അവശേഷിപ്പിക്കുന്നതൊക്കെ ഇവിടെ തന്നെ നിലനിൽക്കും. VS ചോദിച്ച ചോദ്യങ്ങൾ, എടുത്ത നിലപാടുകൾ, സമീപനങ്ങൾ എല്ലാം ഉണ്ടാകും. VS ഒരു മാർഗദർശിയാണ്, ഒരു ചൂണ്ടുപലകയാണ്. എല്ലാവർക്കും VS-നെ കാണാൻ അവസരമുണ്ട് എന്ന് MV ജയരാജൻ അദ്ദേഹം ഓരോ സമയത്തും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്കെല്ലാവർക്കും VS-നെ കാണാൻ, VS-ന് രക്തപുഷ്പം അർപ്പിക്കുവാൻ, റീത്തുകൾ അർപ്പിക്കുവാനുള്ള അവസരമുണ്ട് എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അദ്ദേഹം ഈ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്നതാണ്, അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാനാകില്ല. ആ ഒരു ആൾക്കാർക്കൊന്നും, ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അത് ഉൾക്കൊള്ളാനാകില്ല. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഓരോ പ്രവർത്തകരും ഈ ഓച്ചിറയുടെ മണ്ണിൽ, ആലപ്പുഴയുടെ മണ്ണിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നിൽ കൊല്ലത്തിന്റെ അവസാന ഭാഗമാണ്, ആ ഭാഗത്ത് വെച്ച് അവർ അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ്. VS-ന് ഏറ്റവും VS എന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലായിരുന്നു, VS എന്നും ജനങ്ങൾക്കിടയിലായിരുന്നു. ആ ജനനായകൻ ഓച്ചിറയുടെ മണ്ണിലൂടെ കടന്നു വരികയാണ്. കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലരുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് തുള്ളിയായി ആ ഒരു കണ്ണുനീർ മുന്നോട്ട് വരുന്നുണ്ട്. കാര്യം അവരുടെ വീട്ടിലെ ഒരു കാരണവരെ അവർക്കെപ്പോഴും സമീപിക്കാൻ സാധിക്കുന്ന ഒരു പ്രിയ നേതാവിനെ നഷ്ടമാവുകയാണ്. ആ ഒരു വൈകാരിക യാത്ര ഇനി VS-നെ ഇങ്ങനെ അവർക്ക് കാണാൻ സാധിക്കില്ല. ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും മാത്രമേ VS-നെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ്, ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കണ്ണുകളിൽ നിന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പ്രകടനം ഉണ്ടാകുന്നത്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കം, ജില്ലാ കളക്ടർ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P പ്രസാദ്, മുൻ മാവേലിക്കര മുൻ MLA R രാജേഷ് അടക്കമുള്ള എല്ലാ ആൾക്കാരും ചേർന്ന് ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS അച്യുതാനന്ദനെ സ്വീകരിക്കുകയാണ്. അതാ പുന്നപ്പറ നൽകിയ, ഈ ലോകത്തിന് നൽകിയ, കുട്ടനാട് ഈ ലോകത്തിന് നൽകിയ, അമ്പലപ്പുഴ ഈ ലോകത്തിന് നൽകിയ VS അച്യുതാനന്ദൻ സ്വന്തം മണ്ണിലേക്ക് സ്വന്തം ജീവിതം പടുത്തുയർത്തിയ, പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിമറിച്ച ആ മണ്ണിലേക്ക്, സ്വന്തം ജീവിതം തന്നെ സമരമാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ മടക്കമാണ് ജനസാഗരങ്ങൾക്കിടയിലേക്ക്. VS കടന്നു വരുന്നു ഓച്ചിറയുടെ മണ്ണിലേക്ക്. വലിയ സ്വീകരണമാണ് VS-ന്റെ ഈ മടക്കയാത്രയിൽ ജനമൊരുക്കുന്നത്.
മുദ്രാവാക്യം വിളികളോടെ ജനങ്ങൾ പുലർച്ചെ തന്നെ അവിടെ കാത്തു നിൽക്കുന്നു. പലരും രാത്രി തന്നെ എത്തി എപ്പോഴാണ് വാഹനം കടന്നു വരിക എന്ന പ്രതീക്ഷയില്ലാത്തത് കൊണ്ട്, പക്ഷേ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട്, സമയക്രമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് VS വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇനിയും ആലപ്പുഴയിലെത്തിയിട്ടില്ല. സമയം 6:55, 7 മണിയാവാൻ തുടങ്ങുന്നു. 10 മണിക്കാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യത്തിൽ വ്യക്തമാണ്. സ്മരണകൾക്ക് മരണമില്ല, ഓർമ്മകൾക്ക് മരണമില്ല. അനീതിക്ക് മനുഷ്യന്റെ കണ്ണീരിന്റെ ഇടങ്ങളിലൊക്കെ ഓടിയെത്തുകയായിരുന്നു ഇടപെടലുകളിലൂടെ. CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ, മന്ത്രി സജി ചെറിയാൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ പ്രസാദ്, CB ചന്ദ്രബാബു അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി ആലപ്പുഴ ജില്ലയിലേക്കുള്ള ജില്ലയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്ന ആ പ്രദേശത്തോടുകൂടി PS അച്യുതാനന്ദൻ എന്ന ഒരു സമര സഖാവിനെ വാർത്തെടുത്ത ആ മണ്ണിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനവട്ട യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. ഓച്ചിറയുടെ മണ്ണിൽ നിന്ന് അദ്ദേഹം നേരെ കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് അദ്ദേഹം നേരെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടന്നു പോവുകയാണ്. കടന്നുപോയ വഴിത്താരകളിലൊക്കെ തന്നെ എത്തിയ ആൾക്കാർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വിഷമങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇനി ഒരിക്കൽ പോലും PS അച്യുതാനന്ദനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം സമ്മാനിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിവിട്ട ഒരു വിപ്ലവ സ്മരണകൾ, അദ്ദേഹം ഉയർത്തിവിട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പാഠങ്ങൾ, പ്രവർത്തിച്ച് മുന്നോട്ട് പോയ രീതികൾ, അവയെല്ലാം തന്നെ ഈ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അവരുടെയൊക്കെ മനസ്സിലാണ്, അവരുടെയൊക്കെ ആത്മാവിലാണ് ഓരോ നിമിഷവും VS അച്യുതാനന്ദൻ ഉണ്ടാവുക. CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ അടക്കമുള്ള ആൾക്കാർ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ തിരിച്ച് ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ്. ഇനിയുള്ളത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഒറ്റ നാടകം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഒരു വലിയ ജനതയെ കമ്മ്യൂണിസത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ KPCയുടെ മുറ്റത്തേക്കാണ്. CPI-യുടെ പ്രസ്ഥാനമാണെങ്കിൽ പോലും CPI-യിൽ നിന്ന് വളർന്നു വന്ന് 32 പേർ ആ ഒരു പുതിയ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സമയത്ത് ഇറങ്ങിത്തിരിച്ചതിലെ അവസാനത്തെ നേതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ്. ആശ്രയമില്ലാത്തവർക്ക് ആശ്രയമാകുന്ന ഒരു ക്ഷേത്രം. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്,
ഒരു ഗതിയുമില്ലെങ്കിൽ അവസാന കാലത്ത് ഞങ്ങൾ ഓച്ചിറ പടനിലത്ത് പോയി കിടക്കുമെന്ന് പഴയ കാലത്തെയുള്ള ആൾക്കാർ പറയാറുണ്ട്. അതിന് സമാനമാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായിരുന്നു ആ കടന്നു വരുന്നത് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ്റെ വിയോഗം ഇവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാനാവില്ല. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം സജീവമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ലായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ VSൻ്റെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി ജനങ്ങളെല്ലാവരും തന്നെ, രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ആ ജനങ്ങളെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് പ്രൗഢോജ്വലമായ ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി KPSCയുടെ മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി അവിടേക്കുള്ള യാത്രയിലാണ്.